Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഇനി തെരഞ്ഞെടുപ്പിന് 25 ദിവസം മാത്രമാണ് ഉണ്ടാവുക. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് പ്രഖ്യാപനം. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. വോട്ടെണ്ണൽ 23 നടക്കും. സ്ഥാനാർത്ഥി നിർണയം ഇരുമുന്നണികൾക്ക് തലവേദനയാകും. കേരള രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഇലക്ഷൻ കൂടിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. CPM-ന് നിലമ്പൂർ നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമാണ്. നിലമ്പൂരിൽ പരാജയമുണ്ടായാൽ അത് PV അൻവറിന് മുന്നിൽ പരാജയപ്പെടുന്നതിന് തുല്യമാകും. UDF-ൽ DCC പ്രസിഡന്റ് VS ജോയി, KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് എന്നിവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. VS ജോയിയാണോ ആര്യടൻ ഷൗക്കത്താണോ എന്നറിയാൻ 24 മണിക്കൂർ കാത്തിരുന്നാൽ മതി. നിലമ്പൂരിൽ UDF വോട്ട് ചോർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM-ന് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ വെല്ലുവിളിയാകും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയി, CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ എന്നിവർക്കാണ് മുൻതൂക്കം. DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവരും പരിഗണനയിലുണ്ട്. കുഞ്ഞാലിക്ക് ശേഷം സ്വന്തം ചിഹ്നത്തിൽ CPM-ന് നിലമ്പൂരിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ എന്താകുമെന്ന ആശങ്കയുമുണ്ട്. PV അൻവറിനെ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പോരാട്ടമാണ്. 2021 താൻ ജയിച്ച 2700 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്ന് വൻ ഭൂരിപക്ഷത്തിൽ UDF-നെ വിജയിപ്പിക്കേണ്ട ബാധ്യതയുമുണ്ട്. എന്തായാലും നിലമ്പൂരിൽ പോരാട്ടം കടുക്കും. BJP-യിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അനൂപ് ആന്റണി എന്നിവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. വന്യമൃഗശല്യം, നിലമ്പൂർ ബൈപ്പാസ്, മുനമ്പം വിഷയം, വഖഫ് ഭേദഗതി ബിൽ എന്നിവ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാകും. കനത്ത മഴയ്ക്കിടയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചൂട് പകർന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും മുന്നണികൾക്കുള്ളിലെ പ്രധാന വെല്ലുവിളിയാവുക. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.